തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മുന്നിൽ 6 സീറ്റ് എന്ന ആവശ്യവുമായി യൂത്ത് ലീഗ്. പരിഗണിക്കേണ്ട യൂത്ത് ലീഗ് സ്ഥാനാർത്ഥികളുടെ ഭാരവാഹികളുടെ പട്ടിക ലീഗ് നേതൃത്വത്തിന് കൈമാറി. PK ഫിറോസ്, P ഇസ്മായിൽ, മുജീബ് കൊടേരി, ഗഫൂർ കോൽക്കളത്തിൽ, ഫൈസൽ ബാഫഖി തങ്ങൾ, അഷ്റഫ് ഇടനീർ എന്നിവരാണ് ഈ പട്ടികയിൽ. 3 ടേം വ്യവസ്ഥ നടപ്പാക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ഈ ദിവസം നിങ്ങൾക്ക് നൽകാനുള്ള വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേർന്നത്. പ്രസാദ്, അങ്ങനെ ലീഗിനോട് യൂത്ത് ലീഗ് സീറ്റ് ആവശ്യപ്പെടുമ്പോൾ പരിഗണനയിൽ ആരൊക്കെ നേതൃത്വത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ടോ? എന്താവും നിലപാട്? സേതുലക്ഷ്മി, ഈ തെരഞ്ഞെടുപ്പിൽ പല നേതാക്കളും, മുതിർന്ന നേതാക്കളും വീണ്ടും മത്സരിക്കണമെന്ന ഒരു ആവശ്യവുമായി രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് യൂത്ത് ലീഗ് 2 കാര്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒന്ന്, 3 ടേം വ്യവസ്ഥ എന്നുള്ളത് കർശനമായി ഈ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് നടപ്പിലാക്കുകയും കൂടുതൽ യുവാക്കൾക്ക് അവസരം കിട്ടുകയും ചെയ്തത് വലിയ തോതിൽ വിജയത്തിന് കൂടി ഗുണമായി എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു രീതി തന്നെ രീതിനെ അവലംബിക്കണം എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ, അതോടൊപ്പം തന്നെ ഏറനാട് MLA PK ബഷീർ എന്നിവരെല്ലാം തന്നെ 3 ടേം പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. 3 ടേം പൂർത്തിയാക്കിയിട്ടുള്ള കാസർഗോഡ് NA നെല്ലിക്കുന്ന്, അതോടൊപ്പം തന്നെ മലപ്പുറം MLA ഇവരെ മാറ്റുമെന്ന് പറയുമ്പോൾ പോലും മറ്റ് ആളുകളെ മാറ്റുന്നില്ല എന്നുള്ളതാണ്. സീനിയർ നേതാക്കളെ പൂർണ്ണമായി മാറ്റണം എന്നുള്ളതല്ല, പക്ഷേ 3 ടേം വ്യവസ്ഥ നടപ്പിലാക്കി കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകണം എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവർ സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, PM സലാം എന്നിവരെ നേരിൽ കണ്ട് ആരെയൊക്കെയാണ് പരിഗണിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള ലിസ്റ്റും യൂത്ത് ലീഗ് കൈമാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിൽക്കുന്നത് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസിന്റെ തന്നെയാണ്. PK ഫിറോസിന്റെ നിലവിൽ സംസ്ഥാന നേതൃത്വം 2 മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട്. അതിനു പുറമെ P ഇസ്മായിൽ, അദ്ദേഹം വയനാട്ടിൽ നിന്നുള്ള യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവാണ്. മുജീബ് കാടേരി, അദ്ദേഹം മലപ്പുറത്ത് നിന്നുള്ള നേതാവാണ്. ഗഫൂർ കോൽക്കളത്തിൽ, അദ്ദേഹം പാലക്കാട് നിന്നാണ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, മണ്ണാർക്കാട് ഭാഗത്തുള്ള ആളാണ്. ഫൈസൽ ബാഫക്കി തങ്ങൾ, അദ്ദേഹവും പൊന്നാനി സ്വദേശിയാണ്, മലപ്പുറം സ്വദേശിയാണ്. അഷ്റഫ് ഇടനീർ കാസർഗോഡാണ്. അപ്പോൾ ഇവർ പറയുന്ന 6 പേരുകളാണ്. ഈ 6 പേരുകളാണ് ഇവർ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത്. ഇവരെ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു യൂത്ത് ലീഗിന്റെ ആവശ്യം. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ യുവാക്കൾക്ക് അവസരം കിട്ടുമെന്നൊരു പ്രതീക്ഷ ഇവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു അതൃപ്തി എന്ന് പറയുന്നത് പല സീനിയർ നേതാക്കളും മത്സരിക്കാൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. 3 ടേം കഴിഞ്ഞും തുടരാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ മാറി യുവാക്കൾക്ക് അവസരം നൽകണം എന്നുള്ളതാണ്. എന്തായാലും ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതെല്ലാം കാത്തിരിക്കണം സേതു. കാരണം ഇത്തവണ UDFന് വലിയ മേൽക്കൈമ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് UDFന്റെ നേതാക്കളെല്ലാം. അതുകൊണ്ട് സീനിയർ നേതാക്കൾ പലരും മത്സരിക്കുകയും വിജയിക്കുകയും മന്ത്രി സ്ഥാനമൊക്കെ സ്വപ്നം കാണുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർ മാറുമോ എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ പ്രസാദ്, ശരി. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.